പാലാ സെന്റ് തോമസ് കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അർണോസ് പാതിരി അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ CB ജെയിംസ് അധ്യക്ഷത വഹിച്ചു. രേണു ബി അർണോസ് പാതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. അധ്യാപകനും ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനുമായ പ്രൊഫസർ ജോൺ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. പാട്ടുകളുണ്ട്. കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതപ്പെട്ട പാട്ടാണെന്ന് ഓർമ്മിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവരെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? സാഹിത്യം പഠിക്കുന്നവർ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടവരാണെന്നാണ് എന്റെ പക്ഷം. യേശുദാസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കും. നിങ്ങൾ യേശുദാസിന്റെ ശബ്ദമില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്താ പോകും. വി സാംബശിവനെ എത്ര പേർക്കറിയാം? കഥാപ്രസംഗ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്താ സാംബശിവന്റെ സംഭാവന? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയൊക്കെ പ്രചരണം നടത്തി. അതൊക്കെ വിടാമോ? അതല്ല പ്രശ്നം. കേരളത്തിലെ മുക്കും മൂലയിലും അമ്പലപ്പറമ്പിലും ഉത്സവപ്പറമ്പുകളിലും ലോകപ്രസിദ്ധരായ സാഹിത്യകാരന്മാരുടെ കൃതികൾ നമ്മുടെ തൊഴിലാളി വർഗത്തിൽപ്പെട്ട സാധാരണ ജനങ്ങൾക്കിടയിൽ ഷേക്സ്പിയറെയും ഹാംലെറ്റിനെയും ഷേക്സ്പിയറുടെ കൃതികളെയും വിക്ടോറിയ ഹ്യൂഗോയെയും ടോൾസ്റ്റോയെയും ഇബ്സനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തിയാണ്. മലയാള വിഭാഗം മേധാവി ഡോക്ടർ സോജൻ പുല്ലാട്ട്, വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സാൽവിൻ കെ തോമസ്, അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ജോസ് അച്ചിൽ, കോർഡിനേറ്റർ ടോണി ജോസഫ് എന്നിവർ സംസാരിച്ചു.